ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വലിയ നോമ്പിൻ്റെ പുണ്യദിനങ്ങൾ. കുരിശിൻ്റെ വഴി പ്രാർത്ഥനകളിൽ നാം പുരോഗമിക്കുന്നു. കുരിശിൻ്റെ വഴിയിലെ 11-ാം സ്ഥലത്ത് നാം കാണുന്നത് മനുഷ്യദൃഷ്ടിയിൽ നിരാലംബനും നിസ്സഹായനും പരാജിതനുമായി ഒരു കുരിശോട് ബന്ധിതനാകുന്ന ഈശോനാഥനെയാണ്. ഉടുതുണി അടക്കമെല്ലാം നഷ്ടപ്പെട്ടു. നാണം മറയ്ക്കാൻ 2 ഇഞ്ച് തുണി പോലും അനുവദിച്ചില്ല. ഒരു വലിയ കുരിശ് നിലത്തിട്ട് അതിന്മേൽ ഈശോയെ കിടത്തുകയാണ്. 2 കൈത്തണ്ടുകളിലും കാരിരുമ്പാണികൾ അടിച്ചു കയറ്റുകയാണ്. 2 പാദങ്ങളും ചേർത്ത് ആണിയടിച്ച് കുരിശോട് ചേർത്ത് ബന്ധിച്ചു. ഒരു വ്യക്തിയുടെ മുഴുവൻ സ്വാതന്ത്ര്യവും കവർന്നെടുത്തു. അങ്ങനെ ബന്ധനത്തിൽ കഴിയുന്നവരുടെ മുഴുവൻ പ്രതീകമായി ഈശോ ബന്ധനസ്ഥനായി. എല്ലാവരുടെ ബന്ധനങ്ങളും എല്ലാത്തരം ബന്ധനങ്ങളും ഈശോ കുരിശിൽ ഏറ്റെടുക്കുകയാണ്. സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുമെന്നാണ് തിരുവചനം. സത്യത്തെ അല്പകാലത്തേക്കൊക്കെ മറയ്ക്കാം, പക്ഷെ മറകളെല്ലാം നീക്കി സത്യം പുറത്തു വരും. കുരിശിൽ തറയ്ക്കപ്പെടുന്ന സമയത്ത് ഈശോ നമ്മോട് പറയാതെ പറയുന്ന വാക്കുകളുണ്ട്. മകനെ, മകളെ, നീ പാപം വർജിക്കണം, പാപത്തിൻ്റെ വഴിയെ നടക്കരുത്. മോനെ, മകളെ, നീ ഓർക്കുക, നിന്റെ പാപങ്ങളാണ് ഞാൻ വഹിക്കുന്നത്. നിന്റെ പാപം ഏറ്റെടുക്കാൻ എൻ്റെ മരണത്തിനെ കഴിയൂ. പാപം മൂലം ലോകത്തിലേക്ക് കടന്നു വന്ന മരണത്തിന് മരണം കുറിക്കുകയാണ് ഞാൻ ഈ കുരിശിൽ. നമുക്ക് പാപവഴികൾ ഉപേക്ഷിക്കാം, ഒരു യൂട്ടേൺ എടുക്കാം. ദൈവത്തിൽ നിന്ന് നടന്നകന്നതിൻ്റെ ഇരട്ടി വേഗത്തിൽ ദൈവത്തിലേക്ക് നടന്നെടുക്കാം. ഈശോയുടെ കുരിശ് മരണം ഫലം കാണട്ടെ. ആമേൻ.